ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ഇന്ന് ഒരു റീഡിംഗ് ഇടുന്നുള്ളൂ. രണ്ട് ഇതാക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ഇടയിൽ ഞാൻ പറ്റിയാൽ സെക്കൻഡ് ഒരു ഗൈഡൻസിൻ്റെ മെസ്സേജായിട്ട് വലുതൂടാൻ ശ്രമിക്കാം. ഉറപ്പ് പറയുന്നില്ല. ഓക്കെ, ഇത് എന്തായാലും റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങൾ ആരെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് ക്രഷ് ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, പറഞ്ഞിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇവരുടെ മനസ്സിൽ എന്താണെന്ന്, ശരിക്കും എന്താണെന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിലുണ്ടാവാം. ഈവൻ മാരീഡ് ആവാം, നിങ്ങൾ സിംഗിൾസ് ആവാം, മാരീഡ് ആവാം, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ഓക്കെ, എന്ത് റിലേഷൻഷിപ്പ് ആയാലും ശരി, നിങ്ങൾക്കൊരു പേഴ്സണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവർക്ക് എന്താണ് നിങ്ങളോടുള്ള ഫീലിംഗ് എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി രണ്ട് പൈൽ വയ്ക്കാൻ വിചാരിച്ചാണ് ഞാൻ. ഒരു മിനിറ്റ് എടുക്കട്ടെ. ഓക്കെ, ഏറ്റവും എളുപ്പത്തിൽ എൻ്റെ കൈൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സാധനമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് പൈൽ റോസ് ആണ്. ഞാൻ ആക്ച്വലി റെഡ് റോസിൻ്റെ പിക്ചർ ഫ്രണ്ടിൽ കൊടുക്കാം. ജസ്റ്റ് പക്ഷേ ഈ റോസിനാണ് നിങ്ങൾ സങ്കല്പിച്ചോളൂ. ഓക്കെ, ഫസ്റ്റ് പൈൽ റോസ്, സെക്കൻഡ് പൈൽ ലോട്ടസ് ആണ്. ഓക്കെ, റോസും ലോട്ടസും ഫസ്റ്റ് പിക്ചേഴ്സ് ഞാൻ ഫ്രണ്ടിൽ തന്നെ കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ റോസ്, സെക്കൻഡ് പൈൽ ലോട്ടസ്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. നിങ്ങളുടെ മൈൻഡിലെ ഒരു പേഴ്സണിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. നമുക്ക് ഫസ്റ്റ് പൈലിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ നിങ്ങളെ പേഴ്സൺ, നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, അവർക്ക് നിങ്ങളോട് സ്നേഹമാണോ, ഫീലിങ്സ് ആണോ, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ ഓക്കെ, ഓക്കെ ഓക്കെ ഇവിടെ നിങ്ങൾ തമ്മിൽ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ചിലവർക്ക് ഓക്കെ, ജസ്റ്റ് പരിചയപ്പെട്ടതായിരിക്കാം. പാസ്റ്റ് കണക്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഐ മീൻ, അധിക കാലമായിട്ടില്ല നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്, എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടുള്ള പരിചയം ആ രീതിക്കല്ല എനിക്ക് തോന്നുന്നു. ആക്ച്വലി യെസ്, ചിലവർക്ക് ഫാമിലി, നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫാമിലിയിൽ പെട്ട, എന്ന് വെച്ചാൽ അടുത്ത ബന്ധം എന്നല്ല, പക്ഷെ ആ രീതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഫാമിലി ഫ്രണ്ട്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വല്ലവരും ആയിരിക്കാം. ഫാമിലി ഉള്ള പേഴ്സൺ ആയിരിക്കാം. സോ മാരീഡ് പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ മാരീഡ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, നിങ്ങൾ ചിന്തിക്കുന്ന പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ചിലവർക്ക് ഓൾറെഡി നിങ്ങളുടെ ഹസ്ബൻഡോ അങ്ങനെ ആവാം, ഹസ്ബൻഡോ വൈഫോ ആവാം. വർക്ക് പ്ലേസിൽ ചിലവർക്ക് അറിയുന്നവരായിരിക്കും. ഓക്കെ, അങ്ങനെ ചില സിനാരിയോസ് ആണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ബോസ് ആവാം. ഓക്കെ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ബോസ് ആവാം, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. അത് കൂടുതലും തോന്നി എനിക്ക്. സോ ഐ തിങ്ക് ഡോമിനേറ്റിംഗ് അതാണ് ഇവിടെ. ചിലവർക്ക് ഫാമിലിയിൽ പരിചയമുള്ള അങ്ങനത്തെ ആരെങ്കിലും ആവാം. ആൻഡ് ഇവിടെ ഐ തിങ്ക് നിങ്ങളും ആ പേഴ്സണും തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്ട്സ് ആണ്. ഓക്കെ, എപ്പോഴും നിങ്ങൾ തമ്മിൽ കണ്ടാൽ അല്ലെങ്കിൽ സംസാരിച്ചാൽ, മീറ്റ് ചെയ്താൽ, ഓഫീസിലായാലും ശരി, അവർ വളരെയധികം നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവാം. കിങ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ ലേശം ഒരു കരിയർ ഓറിയന്റഡ് പേഴ്സൺ എന്ന് പറയും, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയും. അത് മാത്രമല്ല, അവർ ഒരു ചിലപ്പോൾ നിങ്ങളുടെ സീനിയർ ആവാം, ബോസ് ആവാം. അവരുമായിട്ട് എപ്പോഴും നിങ്ങൾ കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് തന്നെ അതൊരു ഡൗട്ട് ഉണ്ട്, ഇവർക്ക് എന്താണ് ശരിക്കും എന്നോട്, എന്തിനാണ് ഇങ്ങനെ ഒരു മേ ബി നിങ്ങൾക്ക് ബിഹേവിയർ നിങ്ങളുടെ അടുത്ത് ദേഷ്യം പോലെ കാണിക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് ഇവർക്ക് എന്തെങ്കിലും എന്നോട് ഫീലിങ്സ് ഉണ്ടോ. പക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട് ഉണ്ടാവും, ദാറ്റ് ഇവർക്ക് എന്നോട് ഫീലിങ്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണ്, ഹസ്ബൻഡ് വൈഫാണ്, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഓക്കെ, അങ്ങനത്തെ നിങ്ങൾ മാരീഡ് ആയിട്ട് വേറെ എന്ത് റിലേഷൻഷിപ്പ് ആയാലും, നിങ്ങൾ അങ്ങനെ വല്ലതും ആണെങ്കിലും നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡൗട്ടാണ് ഇവർക്ക് ശരിക്കും എന്നോട് ഫീലിങ്സ് ഉണ്ടോ അതോ ഇല്ലേ എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാം. ഓക്കെ, ആക്ച്വലി കാണുന്ന നൈറ്റ് ഓഫ് കപ്സ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട് കറക്റ്റ് തന്നെയാണ്, അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്നാണ്. ഓക്കെ, അവർ കാണിക്കുന്നത് യെസ് വളരെ പ്രാക്ടിക്കൽ ആയിട്ടൊരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ടാവാം. അവർ വളരെ അധികം ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ഓക്കെ, പക്ഷെ അതേസമയം അവർ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഫൈറ്റും ഉണ്ട്, പക്ഷെ എന്നാലൊട്ട് എന്നെ വലിയ കാര്യമാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഒന്നിച്ചിരിക്കും. മീൻസ് നിങ്ങൾ വേണ്ടതെല്ലാം, നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ചിലപ്പോൾ നോക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ മൈൻഡിൽ ഡൗട്ട്, ശരിക്കും ഇവർക്ക് ഫീലിങ്സ് ഉണ്ടോ അതോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും.
രണ്ട് മുഖം കാണിക്കുന്ന പോലെ. ഓക്കെ, ഇടയ്ക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് കാണിക്കുന്ന പോലെയും ചില സമയത്ത് ചില കെയർ നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിൽ പക്ഷെ നിങ്ങളുടെ ഡൗട്ട് കറക്റ്റ് ആണ്. ആക്ച്വലി അവർക്ക് നിങ്ങളുടെ സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട് എന്ന് തന്നെയാണ്. ഒരു പൂവൊക്കെ പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ, ശരിക്കും ആ ഫീലിങ്സ് അവരുള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പുറത്ത് യെസ് നിങ്ങളടുത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ എവിടെയോ അവർക്ക് ആ കെയറും നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട് കാണുന്നതും എല്ലാം കാണുന്നുണ്ട്. വർക്ക് പ്ലേസിന്റെ പ്രഷറോ ഓക്കെ, ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വർക്ക് പ്രഷർ ഉണ്ടാവാം, ജോലിയുടെ കാര്യത്തിന്റെ ടെൻഷനോ വലുതും ഉണ്ടാവാം. അല്ല ഇനിയിപ്പോൾ മാരീഡ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ മാരീഡ് പേഴ്സൺസ് വല്ലവരും ആണെങ്കിൽ അവർക്ക് ലൈഫിൽ നമ്മൾ സ്റ്റെബിലിറ്റിയുടെ കാര്യങ്ങളിൽ അവർക്ക് ചില ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുന്നത്. ഓക്കെ, മണിയുടെ കാര്യം ഒരുപാട് ഇവിടെ കാണുന്നുണ്ട്. അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് ഗ്രോ ചെയ്യാൻ. ഈ റിലേഷൻഷിപ്പും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വേറെ മാരീഡ് സിറ്റുവേഷൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്കൊരു അവർക്കും ഒരു സംശയമുണ്ട് ദാറ്റ് ഈ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുമോ, ഇത് വളരുമോ എന്നുള്ളൊരു ഡൗട്ട് അവർക്കും ഉണ്ടാവാം. അതുകൊണ്ട് അവർ ചില ഡിസ്റ്റൻസ് വെക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം ചിലവർ. ഓക്കെ, പക്ഷേ യെസ് അവരെ മനസ്സിൽ ശരിക്കും നിങ്ങളോട് ഫീലിങ്സ് തന്നെയാണ്. ഓക്കെ, ഒരു കമ്മിറ്റഡ് ഫീലിംഗ് തന്നെയാണ്. എന്ന് വെച്ചാൽ ശരിക്കും നമ്മളെ ഒരു ആസ് എ പാർട്ട്ണർ, ആസ് എ ഒരു എന്താ പറയുക, നമ്മുടെ ലൈഫിൽ വേണം ഒരാളെ എന്ന രീതിക്കുള്ള ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്. സോ ഇമോഷൻസ് ഉണ്ട് അവർക്ക്. ആൻഡ് ഇവിടെ എംപ്രസ് ഉണ്ട്. സോ മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരീഡ് വ്യക്തികളാണെങ്കിൽ അവർക്ക് വൈഫ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട്. അവർ കാണിക്കുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല, വളരെയധികം ഒരു എല്ലാം ഉള്ളിൽ ഇങ്ങനെ മറച്ചു വെക്കുന്ന ഒരു വളരെ പ്രാക്ടിക്കലായിട്ട് മാത്രം അവർ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പം നിങ്ങൾ നോക്കേണ്ടത് അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ അവർ നിങ്ങളുടെ കെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളത് പക്ഷെ നമ്മൾ അവരെ പുറമേയുള്ള പരുക്കൻ സ്വഭാവം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അവർക്ക് സ്നേഹം ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അവർ നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട് കാണുന്നുണ്ട്. ഇതിൽ ആക്ച്വലി പ്രഗ്നൻസിയുടെ ഉണ്ട്. സോ മേ ബി ചിലവർക്ക് ഒരു ഫാമിലി പോലെ വേണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയാം. ആൻഡ് ഫീലിങ്സ് യെസ് തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി വളരെയധികം ഇവിടെ കോവർക്കറായിട്ട് ഒരു ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ ഒരു എനർജി ഉണ്ട് എനിക്ക്, അങ്ങനെയും കാണുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ, ഈ നിങ്ങൾ ചോദിക്കുന്ന വ്യക്തി. ഓക്കെ, അവർ കാണിക്കുന്നത് പലതും ആയിരിക്കാം. അവർ നിങ്ങളുടെ മുമ്പിൽ വളരെ ഒരു എന്താ പറയുക, പ്രാക്ടിക്കലായ ഒരു പേഴ്സൺ ആയിട്ട് വലിയ റൊമാൻറ്റിക് ഒന്നും ആവാതെ അധികം ഫീലിങ്സ് ഒന്നും കാണിക്കാതെ ഓക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അവർ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങൾ അബ്സർവ് ചെയ്യുന്നു, ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, എവിടെ ഫീലിങ്സ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളോട് അവർക്ക് ഒരു സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ ഇത്രേ നോക്കുന്നുള്ളൂ. എന്ന് വലിയ ഡെപ്തിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ പേഴ്സണിന് ഫീലിങ്സ് ഉണ്ട് എന്ന രീതിയിൽ പറയാം. റൊമാൻറ്റിക് ഫീലിങ്സ്, ഓക്കെ അതുകൂടി പറയാം. സോറി, റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. ഓക്കെ, ഫ്രൂട്ട്സ് ഞാൻ പറയാം. ഓക്കെ, 7 ഓഫ് പെന്റിക്കിൾസിന്റെ ഈക്വൽ ആണിത്. റെസിലിയൻസ് ആൻഡ് നറിഷ്മെന്റ്. ഓക്കെ, ഇവിടെ പറയുന്നത് ഓക്കെ, ഇവിടെ 7 ഓഫ് പെന്റിക്കിൾസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് ഗ്രോ ചെയ്യോ ഇല്ലേ എന്ന് അവർക്കൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് അടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ടാണ്. ഓക്കെ, അവർക്കൊരു ടെൻഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയായില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം, അവർക്ക് ഉണ്ടാവാം. ഓക്കെ, പക്ഷെ ഫ്യൂഷൻ ഉണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇത് ഗ്രോ ചെയ്യും, ഈ സിറ്റുവേഷൻ വളരും. ഓക്കെ, അതിന്റെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം. ആൻഡ് നറിഷ്മെന്റ് എന്ന് പറയുന്നത് ചിലവരോട് പറയുന്നുണ്ട് നിങ്ങൾ അവനവനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ട്. നിങ്ങൾ ഒരുപാട് ഓവർ സ്ട്രെസ് ഒക്കെ ആണെങ്കിൽ, ഓക്കെ ഓവർ ബേർഡൻ ആണെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഓവർ ബേർഡൻ. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആളൊക്കെ ആണെങ്കിൽ അവരുടെ മേലെ ഒരുപാട് ബേർഡൻ ഉണ്ടാവാം. അതും ഒരു റീസൺ ആണ്. നിങ്ങളുടെ മേലെ ഇങ്ങനെ ബേർഡൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് കുറച്ച് മാറ്റി വെക്കുക, നിങ്ങൾ അവനവനെ ഒന്ന് കെയർ ചെയ്യുക തൽക്കാലം. ഓക്കെ, ഈ പേഴ്സണിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട എന്നെടുത്താൽ മതി. ഓക്കെ, ഒരുപാട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യേണ്ട. സിറ്റുവേഷൻ ബെറ്റർ ആവും, കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പിന്നീട് മനസ്സിലാവും. ഓക്കെ, നമ്പേഴ്സ് 37, 7, 21 സോറി 10 അല്ലെങ്കിൽ 1, 3, 7 ഇതൊക്കെ പറയാം നമ്പേഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്ന മെസ്സേജസ്. നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോവാം. നന്നായിട്ട് ഷഫിൾ ചെയ്യണം. സോറി, ഞാൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കണം, നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാം. ഓക്കെ, സെക്കൻഡ് പൈലിലേക്ക് പോവാം. സെക്കൻഡ് പൈൽ ലോട്ടസ്,
നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാം, നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരാം. ഓൾറെഡി അറിയുന്ന പേഴ്സൺ ആവാം, പുതിയ പേഴ്സൺ ആവാം, എന്തോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് അവരുടെ ഫീലിങ്സ് അറിയണമെങ്കിൽ എന്താണ് എന്നുള്ളത് നോക്കാം. സിറ്റുവേഷൻ വരുന്നതിനനുസരിച്ച് ഞാൻ പറയാം. നന്നായി വീണത് നന്നായി, എന്തായാലും മിക്സപ്പ് ആവുമല്ലോ. നേരത്തെ എടുത്ത കാർഡ്സ് റിപ്പീറ്റ് ആവാതിരിക്കണം. ഓക്കെ, നമുക്ക് സെക്കൻഡ് ഫയലിന്റെ നിങ്ങൾ ആലോചിക്കുന്ന വ്യക്തി, അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ മനസ്സിൽ എന്താണ്, നിങ്ങളോട് എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഏസ് ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് വാൻഡ്സ്, വാവ്, 2 ഏസ് ഓഫ്, 9 ഓഫ് സോർഡ്സ്, magician, 3 of pentacle, world, 6 of pentacles, page of swords. ഏസ് ഓഫ് പെന്റിക്കിൾസും ഏസ് ഓഫ് വാൻഡ്സും ആണ് ഇവിടെ. എന്ന് വെച്ചാൽ തന്നെ ഒരു പുതിയ തുടക്കത്തിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഐ മീൻ നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ഞാനൊന്ന് അറിയാൻ നോക്കുകയാണ്. ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം, പാർട്ട്നേഴ്സ് ആയിരുന്നിരിക്കാം, ബിസിനസ് പാർട്ട്ണർ ആയിരുന്നിരിക്കാം, ഫ്രണ്ട്സ് ആവാം, ജോലി സ്ഥലത്ത് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരെന്ന് ഇവിടെയും പറയാം. ഫസ്റ്റ് ഫയലിലും ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആവാം, കാരണം ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് നമ്മൾ കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ് പറയാറ്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മാരേജ് ഫിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ നടക്കാതെ പോയ അങ്ങനെ വല്ല സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനത്തെ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം. ഞാൻ അങ്ങനെ വല്ലതും ക്ലൂ കിട്ടുമോ നോക്കുകയാണ്. യെസ്, മാരേജിന്റെ കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാം. നിങ്ങൾ നേരത്തെ നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കും. ആ റിലേഷൻഷിപ്പ് നിങ്ങൾ മേ ബി മാരേജ് വരെ എത്തിയിട്ട് പക്ഷെ മേ ബി നടക്കാതെ പോയിന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. 9 ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി സ്ഥലത്തുള്ള പരിചയം, അല്ലെങ്കിൽ ബിസിനസ്സിലെ പാർട്ട്ണർഷിപ്പ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു എന്ന് പറയാം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പരിചയമായിരിക്കാം. അല്ലാത്ത ഇതും വരാം. ഞാൻ ജസ്റ്റ് 1-2 കാര്യങ്ങൾ എനിക്ക് തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. ഒരു വ്യക്തി നിങ്ങൾക്ക് പരിചയമുണ്ട്, വർക്ക് ത്രൂ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ളവരായിരിക്കാം, എന്തോ ആവാം. ഓക്കെ, ആക്ച്വലി വേൾഡ് പറയുമ്പോൾ യെസ് നമ്മൾ ഇന്റർനെറ്റ് പറയാറുണ്ട്. സോറി, ഓക്കെ, അത് ഞാൻ മറന്നുപോയി. ഇന്റർനെറ്റ് ത്രൂ നിങ്ങൾ പരിചയപ്പെട്ടതായിരിക്കാം ചിലവർക്ക്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ കൂടി എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ മേ ബി അവരെ പരിചയപ്പെട്ടതായിരിക്കാം, ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ ത്രൂവോ, അല്ലെങ്കിൽ വല്ല ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്തെങ്കിലും ത്രൂ പരിചയപ്പെട്ടതോ. സ്മ്യൂള് ഒക്കെ കുറെ പേര് പറയാറുണ്ട്. സ്മ്യൂളിൽ പാട്ട് പാടിയിട്ട് കുറെ പരിചയങ്ങൾ വന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. സോ അങ്ങനെയാവാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഓക്കെ, എവിടെ എന്തായാലും നിങ്ങൾ തമ്മിൽ ഓക്കെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് എന്താ ഫീലിങ്സ് എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി ഏസ് ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് വാൻഡ്സ് ആണ്. ഏസ് ഓഫ് പെന്റിക്കിൾസ് നമ്മൾ കമ്മിറ്റ്മെന്റ് കാര്യം പറയാറുണ്ട്. ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ് നമ്മൾ ഒരു ന്യൂ ബിഗിനിങ്, ഒരു പാഷനേറ്റ് ബിഗിനിങ് എന്ന രീതിക്കാണ് പറയാം. ഓക്കെ, നിങ്ങളുമായിട്ട് അപ്പോൾ ഒരു പാഷനേറ്റ് ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി. ഓക്കെ, ഒന്ന് ഞാൻ ക്ലാരിഫിക്കേഷൻ എടുത്തോട്ടെ. എനിക്ക് ഓക്കെ, കിങ് ഓഫ് കപ്സും ഉണ്ട് ഇവിടെ. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടായിരുന്നതാണ് നിങ്ങളുടെ പേഴ്സണിന്. ഐ തിങ്ക് നിങ്ങൾ മാരേജ് വരെ എത്തിയിട്ട് മേ ബി അത് നടക്കാതെ പോയി, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. ഒരു ടെൻഷൻ്റെ അത് കാണുന്നുണ്ട് ഇവിടെ. നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം, ഓൾമോസ്റ്റ് നമ്മൾ പറയില്ലേ എല്ലാം റെഡി ആയിട്ട് മേ ബി അത് മാറിപ്പോയതായിരിക്കാം. ഓക്കെ, മേ ബി അവര് സ്ഥലം മാറിപ്പോയിട്ടുണ്ടാവുക, ഇപ്പോൾ ദൂരെ ആയിരിക്കാം. ചിലവർക്ക് ജസ്റ്റ് നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് വന്നു എന്ന് പറയാം, ചിലവർക്ക് ദൂരം മാറിപ്പോയി എന്ന് പറയാം. ഫിസിക്കൽ, അതായത് വേറെ വേറെ സ്ഥലങ്ങളിലാണ് എന്ന് പറയാം. ഡെവിൾ ആക്ച്വലി ഫീലിങ്സ്, യെസ് നിങ്ങളോട് ഒരു സ്നേഹത്തിന്റെ ഫീലിംഗ് ആണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. മുൻപ് ഫീലിങ്സ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ യെസ്, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഫീലിങ്സ് ഉണ്ടായിരുന്നു, ഡെഫിനറ്റ്ലി. ഓക്കെ, കിങ് ഓഫ് കപ്സിന്റെ കാണുന്നുണ്ട്.
സോ അവർക്ക് ഫീലിങ്സ് എന്തായാലും ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലൊരു പുതിയ ബിഗിനിങ് അവർ ആഗ്രഹിച്ചിരുന്നു, തുടക്കം ആഗ്രഹിച്ചിരുന്നു. ഏസ് ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് വോൺസ് നമ്മൾ പറയുന്ന ഒന്നുമില്ലെങ്കിൽ മാരേജ് കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിലൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് പറയാം. പക്ഷെ അതിൽ ഒരു എൻഡിങ് വന്നിട്ടുണ്ട്. ഇവിടെ 9 ഓഫ് സോർഡ്സ് ആണ്. സോ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഒരു നിങ്ങൾ തമ്മിൽ അകന്ന പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആൻഡ് ഐ തിങ്ക് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് ക്വീൻ ആയിട്ട് എടുക്കണമെന്നില്ല, കിങ് ആയിട്ട് എടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. നിങ്ങൾക്ക് ഇതും കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് ആക്കി നിങ്ങൾ എടുത്തോളൂ. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഈ പേഴ്സണിന് ശരിക്കും വന്ന് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നോ, ഈ പറഞ്ഞതൊക്കെ സത്യമായിരുന്നോ, ശരിക്കും അവർക്ക് വേണമായിരുന്നോ എന്നറിയാനുള്ള ഒരു ആഗ്രഹമായിരിക്കാം. ഓക്കെ, ഇവിടെ എവിടെയോ ആക്ച്വലി തേർഡ് പാർട്ടി കയറി വന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഒരാൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന്. നിങ്ങളുടെ പേഴ്സൺ പോയതായിരിക്കാം, നിങ്ങളായിരിക്കാം മാറിപ്പോയത്, രണ്ടുമാവാം. ഒരു കാരണം ഇവിടെ ഒരു ഡിസിഷൻ്റെ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരുപാട് കാർഡ്സ് എടുക്കേണ്ടി വരുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ സിറ്റുവേഷൻ, തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ദാറ്റ് നിങ്ങളെ വേണോ തേർഡ് പാർട്ടി വേണോ എന്ന രീതിക്കായിരിക്കാം. തേർഡ് പാർട്ടി വേറെ റിലേഷൻഷിപ്പ് തന്നെ ആവുള്ളൂ. കാരണം ഫാമിലി ആവാം, ചിലവർക്ക് ഫാമിലി ആവാം. കാരണം ഇവിടെ അങ്ങനെ വലിയ ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. ബട്ട് എനിവേ എന്തായാലും ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ തമ്മിലാകുന്നു. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ 1-2 കാർഡ്സ് എനിക്ക് ഓൾറെഡി കിട്ടിയിരുന്നു. 7 ഓഫ് കപ്സും ഉണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ വേറെയും ഓപ്ഷൻ വന്നു എന്ന് പറയാം. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങളും മൂവ് ഓൺ ചെയ്തു. ഈ സിറ്റുവേഷനിൽ ഇനി എനിക്ക് നിൽക്കണ്ട എന്ന് തീരുമാനിച്ചു നിങ്ങളും മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം. കാരണം അവർ തീരുമാനം എടുക്കണം അല്ലേ, അവർ നിങ്ങളെ വേണോ വേറെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം അവരെടുത്തില്ല. ഐ തിങ്ക് അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു അബണ്ടൻസിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ സ്വന്തം കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം നിൽക്കുന്നത്. ഓക്കെ, വിഷമിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു വിഷമമുണ്ട്. ഇത് എൻഡായി പോയാൽ നിങ്ങൾക്കൊരു വിഷമമുണ്ട്. നിങ്ങളാണ് മൂവ് ഓൺ ചെയ്തെങ്കിലും ഓക്കെ, അവരായാലും നിങ്ങളായാലും നിങ്ങൾക്ക് വിഷമമുണ്ട്. നിങ്ങളുടെ പേഴ്സണിന് വിഷമമുണ്ട് എന്ന് പറയാം. രണ്ടും ഉണ്ട്. ഇവിടെ മജീഷ്യൻ കാർഡും ഡെവിളും കൂടി വന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഒരു ചെറിയ ബ്ലാക്ക് മാജിക് എനർജിയുടെ എഫക്റ്റ് കൊണ്ടാണോ നിങ്ങൾ മാറിപ്പോയതെന്ന്. ചിലവർക്ക് അത് റെസനേറ്റ് ആവാം, ചിലവർക്ക് തേർഡ് പാർട്ടിയുടെ കാരണമായിരിക്കാം. ഓക്കെ, നിങ്ങളെ തമ്മിൽ ആരെങ്കിലും അകറ്റി എന്ന രീതിക്ക്, ഒരു തേർഡ് പാർട്ടി നിങ്ങളെ അകറ്റി എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, അതുകൊണ്ടാണ് അവർ അകന്നു പോയത്. പക്ഷെ ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, അവർക്ക് ഫീലിങ്സ് ഉണ്ടായിരുന്നു, ജെനുവിൻ ആയിരുന്നു. ഓക്കെ, അവർ ശരിക്കും നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങളുമായിട്ട് പുതിയ തുടക്കം വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ബ്രേക്ക് വന്നായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഫീലിങ്സ് അറ്റ്ലീസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക്. ഓക്കെ, നിങ്ങൾ ആലോചിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടായിരുന്നു. മേ ബി ഇപ്പൊ അവരിനിപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ ആണോ അല്ലേ അതൊന്നും ഞാൻ പറയുന്നില്ല. ഐ തിങ്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല. മേ ബി ഇപ്പം നിങ്ങൾ ബ്രേക്ക് എടുത്തതായിരിക്കാം. ഓക്കെ, തീരുമാനം എടുക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ബ്രേക്കിലായിരിക്കാം. ചിലവർക്ക് അങ്ങനെയാവാം സിറ്റുവേഷൻ. പക്ഷേ യെസ്, അവർക്ക് ഫീലിങ്സ് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അവർക്ക് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. സ്റ്റാർ കാർഡാണ്, ഹോപ്പാണ്, പ്രതീക്ഷയാണ്. അവർക്ക് എവിടെയോ നിങ്ങളോട് തീർച്ചയായിട്ടും ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഡെവിൾ എനർജി ഐ തിങ്ക് അവരുടെ ഡെവിൾ എനർജി മജീഷ്യനും രണ്ടും കൂടെ നോക്കുമ്പോൾ വല്ലതും ബ്ലാക്ക് മാജിക് ചെയ്ത് നിങ്ങളെ അകറ്റിയതാവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി റീസൺ കൊണ്ട് നിങ്ങൾ അകന്നു എന്നും പറയാം. ഓക്കെ, ഒരു നെഗറ്റിവിറ്റി അവിടെ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ അകന്നത്. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒരു തേർഡ് പാർട്ടി കാരണമാണ്. പക്ഷേ യെസ്, ഫീലിങ്സ് അവർക്ക് ജെനുവിൻ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. തേർഡ് പാർട്ടി വന്നപ്പോൾ അതിലൊരു തീരുമാനം അവർക്ക് പറ്റിയിട്ടില്ല. അവർ മേ ബി ഇപ്പോഴും ചിന്തിക്കലായിരിക്കാം. ഓക്കെ, നമ്മൾ ഫ്യൂച്ചറിന്റെ സിനാരിയോ എല്ലാം നോക്കുന്നത്, ജസ്റ്റ് ഇപ്പോഴത്തെ ആണ്. പേഴ്സണിന് ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഫീലിങ്സ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അവർ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെന്റ് വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടി കയറി വന്നിട്ടുണ്ട്. അത് ഫാമിലി ആവാം, വേറെ ആൾക്കാരാവാം. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കൂടി ഒറാക്കിൾ മെസ്സേജ് കൂടി, ഇത് ക്വീൻ ഓഫ് ദ മൂൺ ഒറാക്കിൾ ആണ്. ഇതിൽ നിന്ന് കൂടി നമുക്കൊന്ന് സിറ്റുവേഷൻ ജസ്റ്റ് കിട്ടുന്ന പറയാം. Acceptance, self-reflection, ബാലൻസ്. ഓക്കെ, ആക്ച്വലി നമ്മൾ 2 നമ്പർ ഇടയിൽ കണ്ടിരുന്നു. 2 ഓഫ് സോർഡ്സും 2 ഓഫ് വോൺസും ഒരു തീരുമാനം എടുക്കുന്ന പോലെ. ഓക്കെ, 2 എന്നുള്ള നമ്പർ ഇവിടെയും ബാലൻസ് എന്ന് പറയുന്നത് 2 എന്ന് പറയുമ്പോൾ ബാലൻസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ പറയാം ഞാൻ ആദ്യം കാണുന്നത് അക്സെപ്റ്റൻസ് ആണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഐ തിങ്ക് കാരണം ഇത് വളരെ ഭംഗിയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ഇതിൽ നെഗറ്റീവ് പറയാനില്ല എനിക്ക്. സോ ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങളെ അവർ സ്വീകരിക്കും എന്ന രീതിയിലാണ്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ
ആ തേർഡ് പാർട്ടിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ സ്വീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, അങ്ങനെയാണ് കാണുന്നത്. ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ. ഓക്കെ, നിങ്ങൾ ഈ സമയം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളാണ് മൂവ് ഓൺ ചെയ്തു പോയി അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോയി, എന്ത് തന്നെ ആയാലും ഈ സമയം നിങ്ങൾ എടുക്കുക. നിങ്ങൾ അവനവൻ്റെ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് വേറൊരു വ്യക്തിയെ നിങ്ങൾ കോഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ടോ? ഒരു വ്യക്തിയെ നിങ്ങൾ ഓവർ അറ്റാച്ച്മെന്റിലേക്ക് പോകുന്നുണ്ടോ? നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക. സെൽഫ് റിഫ്ലക്ഷൻ്റെ സമയമാണ് നിങ്ങൾക്ക്. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ അതിപ്പോൾ ഈ സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അവനവന് വേണ്ടി യൂസ് ചെയ്യുക. ഈ ഒരു സമയം കിട്ടിയത് നിങ്ങളുടെ ഡെവലപ്മെന്റിന്, നിങ്ങളുടെ സെൽഫ് ലവിന്, കെയറിന്, ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാം. ബാലൻസ്. യെസ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ബാലൻസ് കൊണ്ടുവരാം. നിങ്ങളുടെ ഇമോഷനും പ്രാക്ടിക്കൽ സൈഡും കൂടി നിങ്ങൾ ബാലൻസ്. അതായത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി അവരുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങളത് കാത്തുകൊണ്ടിരിക്കേണ്ട. അവർ എന്നെ ചൂസ് ചെയ്യോ ഇല്ലയോ, അത് മറ്റേ ആളെ ചൂസ് ചെയ്യോ എന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട. എന്ന് വെച്ചാൽ നിങ്ങൾ അവനവനെ ആദ്യം ചൂസ് ചെയ്യുക. സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ ലൈഫ് എന്ന് നിങ്ങൾ ആദ്യം കെയർ ചെയ്യുക. ഓക്കെ, ആ ഒരു ബാലൻസ് നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അവരെ ചോയ്സ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ ചോയ്സ് എടുക്കാം. ഓക്കെ, ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾ അവനവൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇമോഷണൽ ഒരുപാട് ഓവർ ഇമോഷണൽ ആവണ്ട. ഓക്കെ, സിറ്റുവേഷൻ ഓക്കെ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ ആക്ച്വലി അങ്ങനെയും പറയാം. ഈ സിറ്റുവേഷൻ ഇപ്പം ഇങ്ങനെയാണ്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങളുടെ പേഴ്സണൽ തീരുമാനം എടുക്കണം. ഓക്കെ, ശരി, ആക്സെപ്റ്റ് ചെയ്യൂ. ഓക്കെ, ദൈവമായിട്ട് യൂണിവേഴ്സായിട്ട് ഓക്കെ എന്തെങ്കിലും അതിന് നല്ലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ തൽക്കാലം നിങ്ങൾ അവനവനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് നമ്പേഴ്സ് ഇവിടെ 19, 4, 17. സോ 10, 1, 17, 8. ഓക്കെ, ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. എനിവേ പോസിറ്റീവായിട്ട് വെയിറ്റ് ചെയ്യാം, പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾ ഫീലിങ്സ് പേഴ്സൺ ഉണ്ട് എന്നാണ് കാണുന്നത്. സോ ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.